മാന്യപ്രേക്ഷകർക്ക് ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. സൗദിയിൽ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ശ്രീമാൻ ഹംജിത് പേട്ടയെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. റിപ്പോർട്ടിലേക്ക് കടക്കാം. ഗൾഫിൽ ഡീസൽ എഞ്ചിനീയറിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ശ്രീമാൻ സാബുവിനോട് നമുക്ക് ശ്രീമാൻ ഹംജിത്തിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ ആദ്യം ഒന്ന് ചോദിച്ചറിയാം. ശ്രീമാൻ സാബുവിലേക്ക് കടക്കാം. ഹലോ മിസ്റ്റർ സാബു, അംജിത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അംജിത്ത് വളരെ നല്ല വ്യക്തിയാണ്. 25 വർഷമായിട്ട് സൗദി അറേബ്യയിലെ ഹയലിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു ഇലക്ട്രിക് ഷോപ്പ് നടത്തുകയാണ്. അദ്ദേഹം നിരവധി ആളുകൾക്ക് ഉപകാരങ്ങൾ ചെയ്തൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ നന്മ കാരണമാണ് ഞാനൊക്കെ ഇവിടെ നിലനിന്ന് പോകുന്നത്. എന്റെ ഒരു അമ്മായിയുടെ മകൻ ഗിരീഷ് ഇന്നും ഷോപ്പുകൾ പിന്നെ വിളിക്കാം ഷോപ്പുകൾ ഇന്നും തുറന്നു കൊണ്ടുപോകാൻ തന്നെ കാരണം അദ്ദേഹത്തിന്റെ കാരുണ്യമായ മനസ്സാണ്. വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒരേപോലെ സ്നേഹസമ്പന്നമായ അദ്ദേഹത്തെക്കുറിച്ച് നിരവധി വാക്കുകൾ എനിക്ക് പറയാനുണ്ട്. അതുപോലെ ബിജു, ശിവദാസൻ, പ്രദീപ്, ഹമീദ് എന്നിവരൊക്കെ അദ്ദേഹത്തിന്റെ കാരുണ്യത്താൽ രക്ഷപ്പെട്ടവരാണ്. അദ്ദേഹത്തെ ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് വേണ്ടി എന്തു ചെയ്യാൻ ഞാൻ ഒരുക്കമാണ്. എനിക്ക് വീണ്ടും അദ്ദേഹത്തെ കാണാൻ കൊതിയാവുന്നു. അയാളുടെ 25 വർഷം പൂർത്തിയാക്കിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും അദ്ദേഹത്തിന്റെ കാരുണ്യത്താൽ ജീവിച്ചു പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അമേരിക്കയിലെ എന്റെ ബിസിനസ് പരമായിട്ടുള്ള തിരക്ക് മൂലം എനിക്ക് കൂടുതൽ സംസാരിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ നന്മ കാരണം ഇവിടെ നിന്ന് ഔട്ടായി നാട്ടിൽ എത്തിയ നിരവധി പേരുണ്ട്. അദ്ദേഹത്തിന്റെ ആ ആളുകളുടെയും നിരവധി പ്രാർത്ഥന അയാൾക്ക് എന്നും ഉണ്ടാവും. പിന്നെ ഓക്കെ മിസ്റ്റർ സാബു, നമുക്ക് സമയപരിമിതി മൂലം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നമുക്ക് ശ്രീമാൻ ഗിരീഷിലേക്ക് കിടക്കാം. ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് അംജിത്ത്. ഞാൻ അംജിത്ത് ഇവിടെ വരുമ്പോ ഞാനൊരു സാധാരണ തൊഴിലാളിയായിരുന്നു. പിന്നെ എനിക്ക് അംജിത്ത് ഒരു കട തന്നു. അതിന്റെ വാടകയൊക്കെ കൊടുക്കുന്ന അംജിത്തായിരുന്നു. പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് അംജിത്ത് സഹായിച്ചിട്ടുണ്ട്. അതെനിക്ക് മറക്കാൻ കഴിയില്ല. പിന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ ശ്രീ ഹംജിത്തിനെ കുറിച്ച് നാട്ടുകാരുടെ അഭിപ്രായം എങ്ങനെയാണ്? കുട്ടികളൊക്കെ അദ്ദേഹത്തോടെ എങ്ങനെയാണ് ഇടപെടുന്നത്? അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് പറയാം. അംജിത്തിന് 15 വർഷമായിട്ട് എനിക്കറിയാം. ഞാൻ അംജിത്തിന്റെ നാട്ടിൽ പോയപ്പോഴൊക്കെ അവിടെ നിന്ന് അംജിത്തിനെ കുട്ടികളുടെ ചാച്ചാജി എന്നാണ് വിളിക്കുന്നത് എല്ലാവരും. അത്രയും സാമൂഹ്യപ്രവർത്തനത്തിൽ ഭയങ്കരമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്ന ആളാണ്. പിന്നെ അങ്ങനെ പറയാൻ ഒരുപാട് ഉപകാരങ്ങൾ എനിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പുറത്തെ കടകൾ നടത്തുന്ന ബംഗാളി, നേപ്പാളികൾ അംജിത് ഭായ് എന്ന് വിളിക്കുന്ന കേൾക്കുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തോടുള്ള ബഹുമാനം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അംജിത്ത് ചെയ്തിട്ടുണ്ട്. അംജിത്ത് കാരണം ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരാൾ ഔട്ടായി പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഉപകാരങ്ങൾ അംജിത്ത് പലർക്കും ചെയ്തിട്ടുണ്ട്. കൂടുതൽ സംസാരിക്കുമ്പോൾ തന്നെ എന്റെ ഹൃദയം കൂടുതൽ സംസാരിക്കും. ഓക്കെ, ശരി ശരി. बड़ा काम नहीं था, कुछ नहीं था. इधर आकर के तो बहुत मुसीबत में फंस गया था. लेकिन क्या करेगा, वो उसके हमारा दोस्त के सेम वो उसको इधर ही बोला. उसको बाद में हमारा वो सब कुछ काम भी अच्छा मिला. अभी बहुत अच्छा आदमी है वो, और काम सब चीज़ अभी मिल गया. और तो क्या बोलूँ, और तो सब चीज़ अच्छा ही रहता है. बाद में क्या, वो तो हमारा पास पैसा नहीं था, पैसा उसको भी हेल्प किया. और बहुत सब सामान सबके भी हेल्प किया. और हमारा तो इधर घर पर पैसा भी नहीं था, और पैसा बोला हमारा इधर तो कोई नहीं देता था. फिर भी उसके ही बोला, हम वही पैसा के भी हेल्प किया हमको, और बहुत चीज़ को हेल्प हमको किया. ഈ നിൽക്കുന്ന ആള് അംജിത്ത് കാരണം ഇവിടെ രക്ഷപ്പെട്ട ഒരാളാണ്. അംജിത്ത് വിസ എടുത്ത് കൊണ്ടുവന്നിട്ട് ഒരു ജോലിയില്ല, നാട്ടിൽ വെറുതെ നടക്കുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ കുടുംബം വളരെ വലിയ അവസ്ഥയിൽ ജീവിക്കുന്നതാണ്. അപ്പോൾ അംജിത്ത് കൊണ്ടുവന്നിട്ട് രക്ഷപ്പെടുത്തിയ ആളാണ്. ഇപ്പോൾ ഒരു കടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അംജിത്ത്. പിന്നെ എനിക്ക് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് സംസാരിക്കാത്തത്. അതിനുവേണ്ടി ഞാൻ സംസാരിക്കുകയാണ്. അപ്പോൾ അംജിത്ത് കാരണം ഇങ്ങനെ പല ഉപകാരങ്ങളും ഉണ്ടായിട്ടുണ്ട്. നേരിട്ട് സംസാരിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഞങ്ങളെ വിഷമങ്ങളൊക്കെ നമ്മളടുത്ത് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും പല കാര്യങ്ങളും അംജിത്ത് ഇടപാടുണ്ട്. ഇത് കൂടുതലും സംസാരിക്കാൻ വയ്യ. ആൾക്ക് വളരെ വിഷമമുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇപ്രാവശ്യം ഉമ്രയ്ക്ക് പോയത് അംജിത്ത് കാരനാണ്. അംജിത്താണ് ടിക്കറ്റ് കൊടുത്ത് സൗദിയെ കണ്ട് സംസാരിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെയുള്ള അംജിത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നല്ലൊരു മുതൽക്കൂട്ടായ ഹംജിത്തിന് വളരെയധികം നന്ദി ഗൾഫ് ഫോക്കസിന്റെ വക ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും നന്ദി.